കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കട്ടപ്പന ഹിൽ ടൗൺ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനെ അംഗങ്ങളും കട്ടപ്പനയിലെ വിവിധ സംഘടനകളിലെ അംഗങ്ങളും വിവിധ സാമുദായിക പ്രമുഖരും പങ്കെടുത്തു. കട്ടപ്പന CSI ദേവാലയ വികാരി ഫാദർ ബിനോയ് P. ജേക്കബ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വ്രതാനുഷ്ഠാനം മനുഷ്യനിൽ ക്ഷമയും സഹാനുഭൂതിയും വളർത്തുന്നുവെന്നും ഇത്തരം ഒത്തുചേരലുകൾ മതസൌഹാർദ്ദം ദൃഢമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്. ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഇഫ്താർ സംഗമം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു സന്ദേശം സാമൂഹിക ഐക്യം, സഹവർത്തിത്വം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷണം ലഭിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് ഏതാനും ചില ആർട്ടിക്കിളുകളൊക്കെ ഓടിച്ച് ഒന്ന് നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിന്തയാണ്. നമുക്കറിയാം, എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള വളരെ പ്രൈവറ്റായ സ്വകാര്യമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ രീതികളും ആചരണങ്ങളുമൊക്കെ ഉള്ളപ്പോൾ തന്നെ അത്തരത്തിലുള്ള ആചരണങ്ങൾ ആ മതത്തിൻ്റെ വിശ്വാസത്തിന് പുറത്തേക്ക് അതിൻ്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇഫ്താർ സംഗമത്തിൽ അത് യൂറോപ്പ് മുതൽ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ഈ സംഗമങ്ങളിൽ മത സാമുദായിക വ്യത്യാസമില്ലാതെ ആളുകൾ പങ്കെടുക്കുന്നു, പരസ്പരം കൈകോർക്കുന്നു, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഹൈറേഞ്ചിലേക്ക് കുടിയേറിയ നമ്മുടെയൊക്കെ പൂർവികർ ഇവിടെ ഓർമ്മപ്പെടുത്തി സ്നേഹമുള്ള മുണ്ടക്കുട്ടി ചേട്ടനെയും കട്ടപ്പനത്തെ ബഷീർ ഇക്കായൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കട്ടപ്പന ഒരു പട്ടിണിയുടെ നാടായി. ഇവിടെ വന്ന പൂർവികരായ ആളുകളൊക്കെ ഒരുപാട് പട്ടിണി അനുഭവിച്ചിട്ടാണ്. ഭക്ഷണം നല്ലത് കിട്ടാനില്ലാത്ത, കൊതിതീരെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു ജീവിതമായിരുന്നു അവരുടെയൊക്കെ പൂർവ്വകാലം എന്ന് പറയുന്നത്. മാസത്തിൽ ഒരിക്കലൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള പോത്തിറച്ചി, അല്ലെങ്കിൽ വല്ലപ്പോഴും ലഭിക്കുന്നതായിട്ടുള്ള അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറയും തൂക്കുമീൻ എന്ന് പറയും. ഇങ്ങനെ വിലക്കുറഞ്ഞ മീനൊക്കെ മേടിച്ച് കഴിക്കുന്നതിനിടയിലാണ് വല്ലപ്പോഴും ഒരു തുണ്ടമീൻ്റെ ഒരു കഷ്ണം നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചെറിയ പ്രായങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. നല്ല വസ്ത്രമില്ലാത്ത ഒരു ദേശം, നല്ല റോഡുകളില്ലാത്ത ഒരു നാടായിരുന്നു കട്ടപ്പന. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നരിയമ്പാറയ്ക്ക് അപ്പുറത്തുള്ളതായ ഇപ്പോൾ മനോഹരമായ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേ പോകുന്ന ആ ഭാഗത്ത് 2 ജീപ്പിൻ്റെ വീലുകൾ മാത്രം കയറിപ്പോകുന്ന കല്ലും മുള്ളും നിറഞ്ഞതായ വഴികളായിരുന്നു. കട്ടപ്പന ഇന്ന് കാണുന്ന ഈ കട്ടപ്പനയുടെ എല്ലാ വികസനങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ് ഏതാണ്ട് ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഏതൊരാളുകൾക്കും അറിയാം, അല്പം രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ ഇതുപോലെ. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഹാഫിസ് യൂസഫ് മൗലവി അൽ കൌസരി മുഖ്യ സന്ദേശം നൽകി. സുരേഷ് ശ്രീധരൻ തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കട്ടപ്പന DYSP VT ഷാജൻ, കട്ടപ്പന വില്ലേജ് ഓഫീസർ ജയൻ, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് എന്നിവർ സംസാരിച്ചു. റംസാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഒത്തുചേരലാണ് ഇഫ്താർ സംഗമം. ഇന്നത്തെ കാലത്ത് ഇഫ്താർ സംഗമങ്ങൾ വലിയ തോതിൽ മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ക്ഷണിച്ചുകൊണ്ട് ഇത്തരം വിരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇത് പരസ്പര ബഹുമാനവും സാഹോദര്യവും വളർത്തുന്നു. 100ഓളം പേർ പങ്കെടുത്ത വിരുന്നിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിയിരുന്നു. പ്രാർത്ഥനയോടെയും സ്നേഹ സംഭാഷണങ്ങളോടെയും നടന്ന വിരുന്ന് സൗഹൃദത്തിന്റെ പുതുമയാർന്ന അനുഭവമായി മാറി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഉയർന്ന വിലയിൽ നിങ്ങളുടെ വിളകൾ വിൽക്കാൻ ഇനി ഞങ്ങൾ സഹായിക്കാം. നിങ്ങളുടെ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ വിളകൾ ഇനി പവിത്ര അഗ്രോ വെയർഹൌസിൽ സുരക്ഷിതമായി സംഭരിക്കാം. നടപ്പ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഫയർ, ഇൻഷുറൻസ് എന്നിവയടക്കം ഉന്നത നിലവാരം പുലർത്തുന്ന വെയർഹൌസ് ആണ്.
ഏവർക്കും സന്ദർശിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.